അസ്സലാമു വെൽക്കം ടു ലുലൂസ് സ്പൈസി കുക്ക്. ഇന്ന് നമുക്ക് ചിക്കൻ പൊട്ടറ്റോ സ്നാക്ക് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് പൊട്ടറ്റോൻ്റെ കൂടെ ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ടാണ് ഇപ്പോൾ ഞാനിത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വളരെ ടേസ്റ്റിയാണ്. അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഇതിനായി ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് വേവിച്ച് എടുത്തതാണ്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ക്രഷ് ചെയ്തെടുത്തിട്ട് നന്നായി അരിഞ്ഞു പോവാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ പൊട്ടറ്റോ ആണ് ആവശ്യം. ഇത് 3 പൊട്ടറ്റോ ഞാൻ പുഴുങ്ങി ഇപ്പം തോലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഉടച്ചെടുക്കാം. അതേപോലെ ഒരു വിസ്കോ സ്പൂൺ എന്തെങ്കിലും വെച്ച് മെല്ലിതൊന്ന് ഉടച്ചെടുക്കാം. പിന്നെ മുഴുവനായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ മസാലയ്ക്ക് ആവശ്യമായ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായി ഒരു മീഡിയം സൈസ് 1.5 സവാള ഞാൻ ചെറുതായി നൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു പച്ചമുളകും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലി പുതിന ഇലകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനായി ചൂടായ പാത്രത്തിലേക്ക് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് സവാള ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇളക്കി കൊടുക്കാം. ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക് ചേർക്കാം. അതേപോലെ ലീവ്സൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിലിപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 നുള്ളി ഗരം മസാല പൊടി ചേർക്കുക. അതേപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് മിക്സാക്കി എടുക്കുക. ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ക്രഷ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഉടച്ച് വെച്ച പൊട്ടറ്റോയിലേക്ക് ചേർത്ത് കൊടുക്കാം. ബിസ്ക്കോട്ട് മെല്ലെ ഇതൊന്ന് മിക്സാക്കി എടുക്കാം. മുഴുവൻ മിക്സാക്കി കഴിഞ്ഞു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ചേർക്കാം. കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിലേക്ക് വേണ്ട ബാറ്ററും തയ്യാറാക്കാം. അതിനായി 1 കപ്പ് കടലമാവ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. ഒരു മുട്ടയിൽ 1 ടീസ്പൂൺ കുരുമുളക് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഒരു ബാറ്ററാക്കി എടുക്കാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഫോമിൽ നമുക്കിതിനെ പൊരിച്ചെടുക്കാം. ഈ പൊട്ടറ്റോ മിക്സ് ഇതേപോലെ ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഇതിൽ മുക്കിയൊന്ന് പൊരിച്ചെടുക്കാം. ചെറിയ ചെറിയ ബോൾസാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ഭാഗം ഫ്രൈ ആയിട്ട് മറ്റേ ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കോരി മാറ്റാം.
പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേപോലെ ബാക്കിയുള്ളത് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ചിക്കൻ പൊട്ടറ്റോ സ്നാക്ക് റെഡിയാണ്. നമുക്ക് സോസിൻ്റെ കൂടെ കഴിക്കാം, അല്ലാതെയും കഴിക്കാം. കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണാം. ബൈ. താങ്ക് യു.